2.5 ഗ്ലാസ് വെള്ളം ചേർത്തതിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അളവ് ഇതാണ്. 1 ഗ്ലാസ് മാവിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതുപോലെ, നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ ഇതിൽ. നമ്മൾ ഉരട്ടിക്കാണെങ്കിൽ തേങ്ങ ഇട്ട് ഇളക്കുമല്ലോ. നമുക്കിത് തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റ് മാവ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇതിന് ഇനി ഒന്ന് ചെറിയ രീതിയിൽ തണുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ തൊട്ട പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ തൊടുന്നത്. പക്ഷേ എന്നാലും നല്ല ചൂടുണ്ട്. അപ്പോൾ കരണ്ടിയിലത്തെ വെള്ളം തൊട്ടാലേ നമ്മുടെ ഈ ഗോതമ്പിൻ്റെയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് എണ്ണ ഞാനൊന്ന് മാവൊന്ന് സോഫ്റ്റ് ആവാനും വേഗം നമ്മളിപ്പോൾ ഗോതമ്പ് ഇടിയപ്പം നമ്മൾ അച്ചിൽ വെച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വീണമല്ലോ, അതിന് വേണ്ടി. അപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. സാധാരണ എണ്ണ കൂടാൻ പാടില്ല. എണ്ണ കൂടിയ ഇടിയപ്പത്തിലോട്ട് ആ വെളിച്ചെണ്ണയുടെ മണം അങ്ങ് അടിക്കും. അതെന്തായാലും എനിക്കത്ര ഇഷ്ടമല്ല. അത് നമുക്ക് ആർക്കും ഇഷ്ടം കാണില്ല. എണ്ണ